അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ 5-ലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പുണ്യമാക്കപ്പെട്ട മാസം നമ്മളിലേക്ക് സമാഗതമായത് മുതൽക്കേ നാം നിർവഹിച്ചു പോരുന്ന ഒരു പുണ്യമാക്കപ്പെട്ട കർമ്മമാണ് തറാവീഹ് നമസ്കാരം എന്നുള്ളത്. എന്നാൽ ആ തറാവീഹ് നമസ്കാരം അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബി. വല്ലവനും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ വിശ്വാസത്തോടെയും പ്രതിഫല പ്രതീക്ഷയോടുകൂടെയും തറാവീഹ് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഗതകാല മുൻകാല പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തറാവീഹ് നമസ്കരിക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് ഈമാനും ഇഹ്തിസാബും ആവണം. നിയ്യത്തിൽ എന്തെങ്കിലും ലാഞ്ചന വന്നു കഴിഞ്ഞാൽ, അതിലെന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചാൽ പരിശുദ്ധമാക്കപ്പെട്ട തറാവീഹ് നമസ്കാരത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കൂല എന്നുള്ളത് വളരെയേറെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്. രാത്രി നീണ്ടു നിൽക്കുന്ന തറാവീഹ് നമസ്കാരങ്ങൾ പാപികൾക്ക് പാപങ്ങളുടെ ഇരുട്ടിൽ നിന്ന് മോചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരാനുള്ളൊരു സുവർണാവസരമാണ് പരിശുദ്ധമാക്കപ്പെട്ട തറാവീഹ് നമസ്കാരം. ഇഖ്ലാസോടുകൂടിയും ഈമാനോടുകൂടിയും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മാത്രം നിയ്യത്ത് വെച്ചുകൊണ്ട്, അതല്ലാതെ മറ്റുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിയ്യത്ത് വെക്കാതെ ഈ ഒരു നിയ്യത്തോടു കൂടി നിസ്കരിക്കാൻ വേണ്ടിക്കൊണ്ട് നാം ശ്രദ്ധിക്കണം. നാം ഇതുവരെ നിസ്കരിച്ച തറാവീഹ് നിസ്കാരം നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.